നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. സിവിൽ സർവീസ് മേഖല രാഷ്ട്രീയവൽക്കരിച്ച് ജനാധിപത്യ സംവിധാനം തകർത്ത മറ്റൊരു സർക്കാർ ഇതിനു മുൻപ് കേരളത്തിലുണ്ടായിട്ടില്ലെന്ന് മുൻ MP കെ മുരളീധരൻ. കേരളത്തിലെ ഇടതുഭരണം കൂനിന്മേൽ കുരുപോലെ. പാലക്കാട്ട് NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം. മുല്ലപ്പെരിയാർ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് T മഹേഷ്. വയനാട് ദുരന്തബാധിതർക്കായി യുവജനതാദൾ 3 വീടുകൾ നിർമ്മിച്ചു നൽകും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങൻമലയിലെ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ വരോട് KPSMM VHSS വിദ്യാർത്ഥികളും അധ്യാപകരും ഉപവാസ സമരം നടത്തും. ഓങ്ങല്ലൂർ വയോജന സൗഹൃദ പഞ്ചായത്താകും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തല ശില്പശാല നടത്തി. വയോജനക്ഷേമത്തിനായി സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. വാർത്തകൾ വിശദമായി. സിവിൽ സർവീസ് മേഖലയെ രാഷ്ട്രീയവൽക്കരിച്ച് ജനാധിപത്യ സംവിധാനം തകർത്ത സർക്കാർ ഇതിനു മുൻപ് കേരളത്തിലുണ്ടായിട്ടില്ലെന്ന് മുൻ MP കെ മുരളീധരൻ. കൂനിന്മേൽ കുരുപോലെയാണ് കേരളത്തിലെ ഇടതുഭരണമെന്നും പാലക്കാട് NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ജനാധിപത്യ ഭരണമല്ല. ജനകീയ ആവശ്യങ്ങളെയും അവകാശങ്ങളെയും അടിച്ചമർത്തുന്ന രീതിയിലാണ് ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്. കേരളത്തിലെ പല ദുരന്തങ്ങൾക്കും ഇടയാക്കുന്നത് സർക്കാർ നയമാണ്. ഭാവിയെ കരുതിയുള്ള തിരുത്തലിന് സർക്കാർ തയ്യാറാവാത്തത് വേദനാജനകമാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ ഏവരും വേദനിക്കുകയും പ്രതിരോധിക്കാൻ ഒരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സർക്കാരും അനുകൂല സംഘടനകളും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പലരും സഹായം നൽകാത്തത് മുൻകാലത്തുണ്ടായ ദുഷ്പ്രവണതയുടെ ഫലമാണ്. അർഹരിലേക്ക് അർഹതപ്പെട്ടത് ലഭിക്കാത്ത അവസ്ഥയിൽ നിന്നുമാണ് ജനങ്ങൾ സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചത്. വയനാടിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും എന്ന പോലെ പിതൃത്വം ഏറ്റെടുക്കാതിരിക്കണം. ജീവനക്കാരുടെ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനോടും ഇല്ലാതാക്കുന്നതിനോടും കോൺഗ്രസിനും UDFനും കടുത്ത വിയോജിപ്പുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് നീങ്ങും. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ എന്നുള്ള ആ മുദ്രാവാക്യം നാളെ ഒരിക്കലും ഞങ്ങൾ എന്നാക്കി മാറ്റരുത് എന്ന് മാത്രമാണ് ആമുഖമായി ഇതിനെക്കുറിച്ച് എനിക്ക് പറയാം. കാരണം ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നീങ്ങുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ഞങ്ങളാക്കി മാറ്റുന്ന ചില പ്രവണതകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് ഞാനൊരു സാന്ദർഭികമായിട്ട് അത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ ചർച്ചയിലേക്ക് കിടക്കേണ്ട സമയമല്ല എന്ന് മാത്രം പറയാൻ ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പുനരധിവാസം വരുമ്പോൾ പഞ്ചായത്തുകളെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനപ്രതിനിധികളെ കൂടെ പങ്കാളി ഇപ്പോൾ ജില്ലാ ഭരണകൂടം നേരിട്ടാണ് അവിടുത്തെ ജില്ലാ പഞ്ചായത്തിനോ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾക്കോ വേണ്ടത്ര റോഡ് ഇപ്പോൾ നൽകിയിട്ടില്ല. പക്ഷേ പുനരധിവാസം എന്ന് പറയുമ്പോൾ ഒരു പ്രാദേശിക ജനപ്രതിനിധിക്കാണ് ആ പ്രദേശത്തിൻ്റെ വികാരങ്ങളും അവിടെയുള്ള ചലനങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ജില്ലാ പ്രസിഡന്റ് N ജോയ് അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, UDF ജില്ലാ ചെയർമാൻ P ബാലഗോപാൽ, ചവറ വിജയകുമാർ, A ഗോപിദാസ്, J അനീഷ്, K മനോജ്, C ബാലൻ, C രവീന്ദ്രൻ, PV രാജേഷ്, P ഹരിഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങൻമലയിലെ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വരോട് KPMM VHSS വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും പ്രക്ഷോഭത്തിലേക്ക്. ക്വിറ്റ് ഇന്ത്യ ദിനമായ ഓഗസ്റ്റ് 9 ക്വാറി പ്രവർത്തനത്തിനെതിരെ ഉപവാസം അനുഷ്ഠിക്കുമെന്ന് സ്കൂൾ അധികൃതർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാവിലെ 9:30 മുതലാണ് ഉപവാസ സമരം. ക്വിറ്റ് അനങ്ങൻമല, സേവ് അനങ്ങൻമല, സേവസ് എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് സമരം അനുഷ്ഠിക്കുന്നത്. തുടർ സമരം എന്നോണം ആഗസ്റ്റ് 15 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ശൃംഖല തീർക്കും. വരോട് KPSMM VHS, വരോട് AUP സ്കൂൾ, വരോട് AM LP സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ശൃംഖലയിൽ പങ്കെടുക്കും. സംഭവിച്ചതിന് ശേഷം നമ്മൾ സംസാരിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്
അപ്പോൾ ആ പെട്ടെന്നുള്ള രീതിയിൽ ഉപവാസ സമരം അതിനുശേഷം ഓഗസ്റ്റ് 15 ഒരു വിദ്യാർത്ഥി വേണ്ടി വരോട് 4 മൈലിൽ അനങ്ങന്മലയുടെ താഴ്വാരത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. സ്കൂൾ PTA കമ്മിറ്റിയിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് ക്വാറി പ്രവർത്തനത്തിനെതിരെ വിദ്യാർത്ഥികൾ സമരരംഗത്തിറങ്ങുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വരോട് പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനങ്ങമല ക്വാറിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക പല രക്ഷിതാക്കളും ഓരോ ടീച്ചർമാരെ വിളിച്ചിട്ട് ആശങ്ക അറിയിക്കേണ്ടായി. കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും വളരെയധികം ഒരു ആശങ്ക തന്നെയാണ്. കാരണം നാളെ വയനാട് സംഭവിച്ച പോലുള്ള ഒരു ദുരന്തം, വേദനമായ ഒരു ദുരന്തം നമ്മുടെ വരോട് 3 പഞ്ചായത്തുകളും അതുപോലെ ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ഒരു പ്രദേശം മൊത്തം പോകുമെന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. അപ്പോൾ ആ ആശങ്ക പ്രധാന അധ്യാപകനായിട്ടുള്ള പ്രകാശ് മാഷ് അവരെ അറിയിക്കേണ്ടായി. ഞങ്ങൾ അടിയന്തരമായിട്ട് PTA എക്സിക്യൂട്ടീവ് യോഗം ചെയ്യുകയുണ്ടായി. വരോട് KPSMM VHSS പ്രധാനാധ്യാപകൻ SR പ്രകാശ്, PTA പ്രസിഡന്റ് T സബിത, വരോട് AUP സ്കൂൾ PTA പ്രസിഡന്റ് T കബീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വരോട് UP, വരോട് ഹൈസ്കൂൾ, വരോട് LP, AMLP വരോട്, ഈ 3 സ്കൂളുകളിലെയും കുട്ടികൾ, LP സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ സ്കൂളിലുള്ള ഹയർ സെക്കൻഡറി കുട്ടികൾ ഈ ഉരുൾപൊട്ടലിന് ശേഷം അവരുടെ ടീച്ചർമാരോടും അധ്യാപകരോടൊക്കെ ആശങ്ക, നമുക്കും അങ്ങനെ സംഭവിക്കുമോ, നമ്മുടെ മലയും പൊട്ടുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമാണ്. കുട്ടികൾ ഈ വാർത്ത കാണുമ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ അവർ അധ്യാപകരോടാണ്, ടീച്ചർമാരോടാണ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ഇവിടെ ഇപ്പോൾ മാധ്യമങ്ങൾ വഴി കുട്ടികൾ കാണുന്ന അത് ഉണ്ണേഷം മാഷയാണ്, വണ്ണാർമല GHSSനാണ്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്കും സംഭവിക്കുമോ എന്ന ആശങ്ക AMLP വരോട്, അതുപോലെ തന്നെ AUPS വരോട്, KPSMM VHSS വരോട് വിദ്യാർത്ഥികൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വയനാട് ദുരന്തബാധിതർക്കായി 3 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് T മഹേഷ്. മുല്ലപ്പെരിയാർ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാക്കണമെന്നും T മഹേഷ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വയനാട് ദുരിതബാധിതർക്കായി 3 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ നടപടിക്രമങ്ങൾ അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കുമെന്ന് T മഹേഷ് അറിയിച്ചു. വയനാട് ദുരന്തം പാഠമായി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണം. മുല്ലപ്പെരിയാറിനെക്കുറിച്ച് ആശങ്കകളും ഭീതിയും പരത്തുന്ന സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ടോയെന്ന് പരിശോധനയിലൂടെ സ്ഥിരീകരിക്കണം. ബലക്ഷയമുണ്ടെങ്കിൽ തമിഴ്നാടും കേരളവും തമ്മിൽ ചർച്ച നടത്തി പരിഹാരം കാണണമെന്നും മഹേഷ് ആവശ്യപ്പെട്ടു. ദുരന്തമുണ്ടാവാനായി കാത്തിരിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്നും മഹേഷ് പറഞ്ഞു. വിളിക്കാൻ മറ്റൊരു സാഹചര്യം, ദുരന്തങ്ങൾ ഓരോന്നൊരു പാഠമായി നമ്മൾ ഉൾക്കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഭാവിയിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് സർക്കാർ ഈ ദുരന്തത്തെ വിശദമായി ഒരു പഠനം നടത്തി. ആ പഠനം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ അനധികൃത കയ്യേറ്റങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് അങ്ങനെ കൃത്യമായി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തിയാൽ ഒരു പരിധിവരെ ഈ ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതിന് സർക്കാർ മുൻകൈ എടുക്കും എന്ന് തന്നെയാണ് യുവജനതാദൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണിങ്കണ്ടത്ത്, സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ S ഷാഹിദ്, PK രതീഷ്, M ജാസിർ ഹുസൈൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ അറിവ് വരും തലമുറയ്ക്ക് കൂടി പകരുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നതെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA. മങ്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വളരെ കൃത്യമായ സിസ്റ്റമാറ്റിക്കായി ശാസ്ത്രീയമായ രീതിയിൽ അതിന് തരണം ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ. മഹാപ്രളയങ്ങൾ വന്നു, അതും 2018-ലും 2019-ലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനെയും തരണം ചെയ്തു. അതുപോലെ ഓരോ അനുഭവങ്ങളും ആ അനുഭവങ്ങളിൽ ദുഃഖിതരായി തല താഴ്ത്തിയിരുന്ന് അത് സഹിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിജീവനത്തിന്റെ പുതിയ മാതൃകകൾ തീർത്തവരാണ്
പരിപാടിയിൽ വെച്ച് സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉപഹാരം സമ്മാനിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. വാർഡംഗം KL ചന്ദ്രിക, AEO PR ബിന്ദു, MPTA പ്രസിഡന്റ് S ജിൻസി, CV രാമനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക S അജിത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് F ഗിരിജ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട് ദുരന്തബാധിത മേഖലയിലേക്ക് BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യ സാധനങ്ങൾ എത്തിച്ചു. BJP സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ നേതൃത്വം നൽകി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, മണ്ഡലം സെക്രട്ടറി K പ്രസാദ്, BJP കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് എന്നിവരാണ് വയനാട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിന് നേതൃത്വം നൽകുന്നത്. ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന്, ശുചീകരണ വസ്തുക്കൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾ എന്നിവയാണ് വയനാട്ടിലെത്തിക്കുന്നത്. ഷൊർണൂർ മേഖലയിൽ നിന്ന് എത്തിച്ച സാധനങ്ങൾ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന് ഷൊർണൂർ നഗരസഭ BJP പാർലമെന്ററി പാർട്ടി നേതാവ് EP നന്ദകുമാർ കൈമാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വയോജന സൗഹൃദ പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാലയിൽ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ CEO KB മദൻ മോഹൻ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായി. പ്രിയ പ്രശാന്ത്, പുഷ്പലത, K അശോകൻ, PP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. 59 വയസ്സു കഴിഞ്ഞ വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തി വയോജന സൗഹൃദ പഞ്ചായത്താക്കി ഓങ്ങല്ലൂരിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകരുത്, കൃത്യതയോടുകൂടി നമ്മൾ ചെയ്യണം. ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയത് ഒട്ടേറെ സംഘടനാ സംവിധാനങ്ങളുടെ പഠനം നടത്തിയതിനു ശേഷമാണ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിശാസ്ത്രം നമുക്കിനകത്ത് വേണം. പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘാടക സമിതിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ നാഷണൽ ബിൽഡിംഗ് കോഡ് അഖിലേന്ത്യാ സെമിനാർ ഓഗസ്റ്റ് 9-10 തീയതികളിൽ പാലക്കാട് നടക്കും. ബിൽഡിംഗ് മേഖലയിലെ നിയമ ഭേദഗതിയുടെ മുന്നോടിയായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ജനറൽ കൺവീനർ പ്രൊഫസർ C സോമശേഖരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016 മുമ്പാണ് നാഷണൽ കോഡ് ഓഫ് ബിൽഡിംഗിൽ ഭേദഗതി വരുത്തിയത്. 2016 ശേഷം കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും ആധുനിക നിർമ്മാണ ശാസ്ത്രങ്ങൾക്കും വിധേയമായാണ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നത്. ബിൽഡിംഗ് നിർമ്മാണം, ഇലക്ട്രിക്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഫയർ ആൻഡ് സേഫ്റ്റി എന്നിവയെല്ലാം ഉൾക്കൊണ്ടും പരിഗണിച്ചുമുള്ള മാറ്റത്തിന് പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ ഇന്ത്യയിലെ വിദഗ്ധർ വിഷയം അവതരിപ്പിക്കുമെന്നും സോമശേഖരൻ പറഞ്ഞു. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ചിലപ്പോഴൊക്കെ once in 3 years അപ്ഡേറ്റ് ചെയ്യും. പല വ്യത്യാസങ്ങളാണ്. വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലിന്റെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരുത്താം. അങ്ങനെ പല വ്യത്യാസങ്ങളും വരുത്താവുന്ന ഒരു 2 ബോഡീസാണ്, എക്സ്പെർട്ട് ബോഡീസാണ്. അവരെല്ലാം എക്സ്പെർട്ട് എഞ്ചിനീയേഴ്സ് ആൻഡ് അതേഴ്സ് മോഡലാണ്. അവര് അപ്ഡേറ്റ് ചെയ്ത് തരുന്ന ഇതനുസരിച്ച് ഞങ്ങൾക്ക് എഞ്ചിനീയേഴ്സിന് ഇന്ത്യയിൽ ഇത് പ്രവൃത്തിയിലാണ് പാടുള്ളൂ. പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞ പോലെ സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻസ് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. IEI ചെയർമാൻ ഡോക്ടർ രാജേഷ് മേനോൻ, ഗ്രേസ് പ്രസിഡന്റ് KP ഷാജി, CREDAI പ്രസിഡന്റ് RG രാമസുബ്രഹ്മണ്യം, IE ചെയർമാൻ AV രാജപ്പൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ സ്വദേശിനി ബേബി ഷക്കീലയുടെ ചികിത്സാർത്ഥം ധനസമാഹരണവുമായി കൊട്ടക്കുന്ന് ക്രേസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ക്രേസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച 4 ലക്ഷം രൂപ സഹായനിധി ചെയർപേഴ്സൺ കൂടിയായ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിതയ്ക്ക് കൈമാറി. കുറച്ച് മാസങ്ങളായി അതിലേക്ക് ചികിത്സാ തുക കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേബി പരമാവധി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 40 ലക്ഷം രൂപ ചെലവാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ
വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും എല്ലാവരുടെയും നല്ലവരായ ആളുകളുടെയും സഹകരണത്തോടു കൂടിയുള്ള പൈസ നമ്മൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് എസ് ഷെഫീർ, സെക്രട്ടറി സുനീർ, ഭാരവാഹികളായ വിപിൻ കുമാർ, അബ്ദുൾ റഹ്മാൻ, ഹമീദ്, അനീഷ്, അബ്ദുൽ നാസർ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. ബേബി ഷക്കീലയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി 40 ലക്ഷത്തോളം രൂപയാണ് വേണ്ടിവരുന്നത്. ചെറുതും വലുതുമായ സഹായങ്ങൾ സഹായനിധിയിലേക്ക് എത്തുന്നുണ്ട്. ബേബി ഷക്കീലയ്ക്ക് സഹായഹസ്തവുമായി രംഗത്തെത്തിയ ക്ലബ് ഭാരവാഹികളെ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ 16ാമത് രാമായണീയം ഓഗസ്റ്റ് 11 നടക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും മുതലപ്പാറ ഭഗവതി ക്ഷേത്ര സമിതിയുടെയും നേതൃത്വത്തിലാണ് രാമായണീയം പരിപാടിയെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 11 രാവിലെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. രാവിലെ 9 കുട്ടികൾക്കായി പ്രശ്നോത്തരി സംഘടിപ്പിക്കും. 10 ക്ഷേത്ര സംരക്ഷണ സമിതി അറവക്കാട് ദേവസ്വം സെക്രട്ടറി പി വേണുഗോപാലിൻ്റെ അധ്യക്ഷതയിൽ ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി പ്രൊഫസർ നാരായണൻ നമ്പൂതിരി രാമായണീയം പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ആർ കെ മേനോൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 11:30 രാമായണ പാരായണ മത്സരത്തിന് ശേഷം പത്മനാഭൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനം വെള്ളിനേഴി നാരായണൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് 5002 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തിപത്രവുമടങ്ങുന്ന ശ്രേഷ്ഠപുത്ര ശ്രേഷ്ഠപുത്രി അവാർഡുകൾ സമ്മാനിക്കും. രാമായണ പ്രശ്നോത്തരി, രാമായണ പാരായണ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഉയർന്ന സ്കോർ കരസ്ഥമാക്കുന്നവരിലെ ആൺ പെൺ വിഭാഗങ്ങളിൽ ഓരോരുത്തർക്കാണ് ശ്രേഷ്ഠപുത്ര ശ്രേഷ്ഠപുത്രി അവാർഡുകൾ നൽകുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2024 ആഗസ്റ്റ് 11 രാവിലെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ സമാരംഭിക്കുന്ന പരിപാടികളിൽ രാവിലെ 9 മണിക്ക് കുട്ടികൾക്കുള്ള പ്രശ്നോത്തരി മത്സരം നടക്കുന്നതായിരുന്നു. തുടർന്ന് 10:30 കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അറവക്കാട് ദേവസ്വം സെക്രട്ടറി ശ്രീ പി വേണുഗോപാൽ അവരുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി ശ്രീ പ്രൊഫസർ നാരായണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അറവക്കാട് യൂണിറ്റ് സെക്രട്ടറി കെ ഗോപി, സമിതി ജില്ലാ പ്രസിഡന്റ് ആർ കെ മേനോൻ, സെക്രട്ടറി സി കെ നാരായണൻ, സഹരക്ഷാധികാരി പി കെ ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാളപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിനും ആനയൂട്ടിനും ഒരുക്കങ്ങൾ തുടങ്ങി. ഓഗസ്റ്റ് 15 7 ആനകളെ പങ്കെടുപ്പിച്ച് ആനയൂട്ട് നടക്കുക. പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിനും ആനയൂട്ടിനും മുന്നോടിയായി ക്ഷേത്രസന്നിധിയിലെ പ്രധാന പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് ചൊവ്വാഴ്ച നടന്നു. ഗണപതി ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കമ്മിറ്റി പ്രസിഡന്റ് കെ ഹരിദാസ്, സെക്രട്ടറി വി പി മനോജ് കുമാർ, ട്രഷറർ എം സുഭാഷ്, പുത്തൻവീട്ടിൽ ശശിധരൻ, എ ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആനയൂട്ടിനോടനുബന്ധിച്ച് 14 വൈകിട്ട് മെഗാ തിരുവാതിരക്കളി, പഞ്ചവാദ്യം എന്നിവയുണ്ടാകും. 15 രാവിലെയാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമം. തുടർന്ന് പാണ്ടിമേളവും ആനയൂട്ടും നടക്കും. 7 ഗജവീരന്മാർ പങ്കെടുക്കും. ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമം ആനയൂട്ടും 2024 ഓഗസ്റ്റ് 15 ഈ വർഷവും വളരെ അതിഗംഭീരമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും അതിന് വേണ്ടി 7 ദേശങ്ങളെയും മറ്റ് ചിനക്കത്തൂരിലെ മറ്റ് ആഘോഷ കമ്മിറ്റികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് പന്തൽ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. 14 വൈകുന്നേരം പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ ദീപം, തുടർന്ന് മെഗാ തിരുവാതിരക്കളി, തുടർന്ന് പാലപ്പുറം മണി ആശാന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. സിവിൽ സർവീസ് മേഖല രാഷ്ട്രീയവൽക്കരിച്ച് ജനാധിപത്യ സംവിധാനം തകർത്ത മറ്റൊരു സർക്കാർ ഇതിനു മുൻപ് കേരളത്തിലുണ്ടായിട്ടില്ലെന്ന് മുൻ MP കെ മുരളീധരൻ. കേരളത്തിലെ ഇടതുഭരണം കൂനിന്മേൽ കുരുപോലെ. പാലക്കാട്ട് NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം.
മുല്ലപ്പെരിയാർ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ്. വയനാട് ദുരന്തബാധിതർക്കായി യുവജനതാദൾ 3 വീടുകൾ നിർമ്മിച്ചു നൽകും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങന്മലയിലെ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ വരോട് KPSMM VHSS വിദ്യാർത്ഥികളും അധ്യാപകരും ഉപവാസ സമരം നടത്തും. ഓങ്ങല്ലൂർ വയോജന സൗഹൃദ പഞ്ചായത്താകും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തല ശില്പശാല നടത്തി. വയോജനക്ഷേമത്തിനായി സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.